എടുത്തിരിക്കുന്നതായ വേദപാഠം ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിന്റെ 20 മുതൽ 22 വാക്യങ്ങൾ. എന്താണ് അവിടെ പറയുന്നത്? അതിനെക്കുറിച്ച് നമുക്കൊരു അല്പം ചിന്തിക്കാം. ഇവിടെ പറയുന്നത്, ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയവും ആകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. ഇത് ആരാണ് പറഞ്ഞത്? യാക്കോബ്. ഇതാരാ പറഞ്ഞത്? യാക്കോബ് അല്ലേ? പറഞ്ഞതാണ്. ഏശാവിനെ ഭയന്ന് പോകുമ്പോൾ തന്റെ കാര്യാദികളിലൊക്കെ ദൈവത്തിന്റെ സാമീപ്യവും അനുഗ്രഹവും ഇരിക്കുന്നു എങ്കിൽ എന്ത് ചെയ്യും? നീ എനിക്ക് തരുന്നതായ സകലത്തിൽ ഞാൻ എന്ത് തരും? ദശാംശത്തെ അല്ലേ? അപ്പോ ദശാംശം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നു എങ്കിൽ നിശ്ചയമായിട്ട് എന്ത് തരും? അനുഗ്രഹം ദൈവം തരിക തന്നെ. നമ്മള് ദൈവത്തോട് എത്രമാത്രം വിശ്വസ്തത ആചരിക്കുന്നുവോ അത്രമാത്രം അനുഗ്രഹം ദൈവം നമുക്ക് എന്ത് ചെയ്യും? പ്രദാനം ചെയ്യും. അത് ഉറപ്പാണ് അല്ലേ? നമ്മൾ എല്ലാ കാര്യാദികളിലും ദൈവത്തോട് നമ്മൾ വിശ്വസ്ത ആചരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മൾ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. യാക്കോബ് ഇങ്ങനെയൊക്കെ ചെയ്തു അല്ലേ? ദൈവം ഇന്നതുപോലെ ചെയ്താൽ ഞാൻ ദൈവത്തിന് എന്ത് ചെയ്യാം? ഇന്നെ തരാം, ദശാംശം തരാം. ദൈവം കൊടുത്തു. ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു. നിശ്ചയമായിട്ടും ദൈവം എന്ത് ചെയ്തു? അനുഗ്രഹിക്കുക തന്നെ ചെയ്തു അല്ലേ? യാക്കോബിനെ ദൈവം ധാരാളമായി എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. ദൈവത്തിന് കൊടുത്ത് ഇന്നയോളം ഒരു മനുഷ്യനും എന്തായി മാറിയിട്ടില്ല? ദാരിദ്ര്യനായി തീർന്നിട്ടില്ല. ദൈവത്തിന് കൊടുത്ത് ഞാൻ നശിച്ചു പോയി, ഇനി ദൈവത്തിന് കൊടുക്കാൻ എന്തെങ്കിലും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇല്ല അല്ലേ? ദൈവത്തിന് നമ്മൾ എത്രമാത്രം കൊടുക്കുന്നുവോ അത്രമാത്രം അനുഗ്രഹം ദൈവം തരും. ദൈവത്തിന്റെ വാഗ്ദത്തമാണ് അല്ലേ? അപ്പോൾ ഇന്ന് അല്പനേരം അപ്പൊ ദൈവത്തിന് കൊടുക്കണമെങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ കൊടുത്തിരിക്കും. ചില ആളുകള് ദൈവത്തോട് നേർച്ച നേരാണ്. ഇതൊരു നേർച്ചയാണല്ലേ? ഇതൊരു നേർച്ചയാണ് നിർത്തിയതാണ്. ആര്? ദൈവത്തോട് നേർച്ച നേർന്നാണ്. എനിക്ക് ദൈവം ഇന്നത് തരാമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇന്നതുപോലെ ചെയ്യും എന്ന് എന്ത് ചെയ്തു? നേർച്ച. നമ്മളും പറയുന്നുണ്ട് ദൈവത്തോട് നേർച്ച നേരാറുണ്ട്. പക്ഷേ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ മറന്നു പോകും. ദൈവത്തോട് പറഞ്ഞ കാര്യം എന്ത് ചെയ്യും? മറന്നു. അതുപോലെ നമ്മള് മറന്നു പോകും, കൊടുക്കത്തില്ല. ദൈവത്തിന്റെ വചനം അങ്ങനെയുള്ളവരോട് എന്താണ് സംസാരിക്കുന്നതാണ് അല്പസമയം എനിക്ക് സംസാരിക്കാറുള്ളത്. ദൈവത്തോട് നേർച്ച നേർന്നാൽ അത് എങ്ങനെ നിവർത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. ദൈവത്തോട് നമ്മൾ നേർച്ച നേരും, എല്ലാവരും നേരും അല്ലേ? തിടുക്കത്തിനിടയില് നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോ ദൈവത്തോട് പറഞ്ഞ കാര്യം എന്ത് ചെയ്യും? മറന്നു പോകും. ദൈവത്തോട് പറഞ്ഞ കാര്യം ദൈവം നമുക്ക് കാര്യം തരും. പക്ഷെ നമ്മൾ തിരിച്ചെന്ത് ചെയ്യും? അത് നിവർത്തിപ്പാൻ എന്ത് ചെയ്യും? മറന്നു പോകും. ദൈവത്തിന്റെ വചനം പറയുന്നു, നേർച്ച നേരുമ്പോൾ അത് നിവർത്തിപ്പാൻ തീരരുത്, താമസിച്ചു പോകരുത്. ഒരു നേർച്ച നമ്മൾ ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്? അത് താമസിച്ചു പോലും നിശ്ചയമായിട്ടും എന്ത് ചെയ്യണം? അത് നിവർത്തിച്ചിരിക്കണം. കാര്യം ഒരു പക്ഷേ നീ അത് ദൈവം നിനക്ക് ആ അനുഗ്രഹം തന്നില്ല എങ്കിൽ പോലും നിന്റെ വാക്കുകൊണ്ട് പറഞ്ഞ നീ എന്ത് ചെയ്യണം? നിവർത്തിക്കണം. അതാണ് നമ്മളൊരു വാക്ക് ദൈവത്തോട് പറഞ്ഞു പോയി, ഒരു പക്ഷെ നിനക്ക് അനുഗ്രഹം ലഭിച്ചില്ല എങ്കിലും നീ എന്ത് ചെയ്യണം? അത് നിവർത്തിച്ചിരിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനം ചെയ്യുന്നത് നമ്മളോട് പറയുന്നത്. നമ്മൾ ആ ഭാഗത്തേക്ക് കടന്നു വരികയാണ്. പുറപ്പാട് പുസ്തകം 34-26 വാക്യം എന്താണ് നമ്മളോട് പറയുന്നത്? നമ്മുടെ ചിന്താവിഷയം എന്താണ്? നേർച്ച നേരുമ്പോൾ കഴിക്കേണ്ടത് എങ്ങനെ? നേർച്ച നമ്മൾ ദൈവത്തോട് നേരുമ്പോൾ കഴിക്കേണ്ടത് എങ്ങനെയെന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. ഭാഗം വായിച്ച പുറപ്പാട് 34-26 വാക്യം നോക്കണം. നിന്റെ നിലത്തിന്റെ ആദ്യ വിളവിന്റെ
ദൈവത്തിന് കൊടുക്കണം. നമ്മളത് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോ ആദ്യ ഫലം ആർക്ക് വിശുദ്ധം? ദൈവത്തിന് വിശുദ്ധമാണ്. അത് ദൈവത്തിന് കൊടുക്കുക തന്നെ വേണം. കോലാട്ടിൻകുട്ടിയെ അതിന്റെ തള്ളയുടെ പാലില് എന്ത് ചെയ്യരുത്? പാകം ചെയ്യരുത്. നോക്കണേ, ചില നിബന്ധനകള് ദൈവത്തിനുണ്ട്. അതിനനുസരിച്ച് വേണം നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടത്, ക്രമീകരിക്കേണ്ടത്, ക്രമപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നാം കൃഷി ചെയ്യുമ്പോൾ ആദ്യത്തെ വിളവ് ആർക്കുള്ളതാണ്? ദൈവത്തിനുള്ളതാണ്. അല്ലേ? പണ്ട് കാലത്ത്, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത്, ഞങ്ങള് നടന്നാണ് ഒരു 10 കിലോമീറ്ററോളം നടന്നാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോ ഇതുപോലെ കൃഷിപ്പാടങ്ങളുണ്ട്. അവിടെയൊക്കെ ഇഷ്ടംപോലെ ധാരാളം കൃഷിപ്പാടങ്ങൾ. അപ്പൊ കൊയ്യുന്നവരെ കാണാം, നമ്മൾ പോകുമ്പോ കൊയ്യുന്നവരെ കാണാം, ഈ ഞാറ് നടുന്നവരെ കാണാം, കള പറിക്കുന്നവരെ കാണാം. അങ്ങനെയൊക്കെ ഒരുപാട് കാഴ്ചകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കൂളുകളിലൊക്കെ പോകാറുണ്ട്. കൊയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയോ? ഈ കതിര്, ചില കതിരുകൾ എന്ത് ചെയ്യും? കൊയ്യുന്ന സമയത്ത് അവിടെ വീണു പോകും. അതെന്ത് ചെയ്തില്ല, ഈ കൊയ്യുന്നവർ എടുക്കാൻ നിൽക്കത്തില്ല. അത് പറക്കാനായിട്ട് പാവപ്പെട്ടതായ ആളുകൾ എന്ത് ചെയ്യും? ഈ കൊയ്യുന്നവരുടെ പിറകെ നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവരെന്ത് ചെയ്ത് പറക്കി വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? അവരുടെ ആഹാരമാക്കി എന്ന് മാറ്റും. അങ്ങനെയുള്ളതായ കാഴ്ചകൾ ഇന്ന് കൊയ്ത്തൊക്കെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നിലും സിനിമ, അല്ലെങ്കിൽ സീരിയൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ പോകണം കാണണമെങ്കിൽ. നമ്മുടെ നാടുകളില് വയലേലുകള് മാറ്റപ്പെട്ടിരിക്കുകയാണ്, അല്ലേ? ചില സ്കൂളുകളിൽ നിന്നൊക്കെ വയൽ കണ്ടില്ലാത്ത കുട്ടികളെ വയൽ കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഉള്ള സ്ഥലത്തേക്ക് വണ്ടിയും പിടിച്ച് പോവുകയാണ്. വയൽ കാണാനില്ല. പിന്നെ പലർക്കും എന്ത് ചെയ്യും? ഇവരെന്ത് ചെയ്യും? സ്കൂളുകളുടെ കോമ്പൗണ്ടിൽ എന്ത് ചെയ്യും? വയലുണ്ടാക്കും. ചെറിയ ചെറിയ കൃഷിപ്പാടങ്ങൾ, അവിടെ നെല്ലും തീയും വിളയിച്ചെടുക്കുന്ന ചില സ്കൂളുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് കുട്ടികൾക്ക് പോയാൽ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്കൂളുകളിൽ ക്രമീകരിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ആദ്യ വിളവ് ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. ചില ആളുകള് അവരുടെ വീട്ടിലൊരു 5 തെങ്ങുണ്ടെന്നിരിക്കും. 5 തെങ്ങ്, ഒരു തെങ്ങ് അവർ തീരും. ഒരു തെങ്ങിന് ആദായം മുഴുവൻ തീരും. അത് ദൈവത്തിന് കൊടുക്കും. നമ്മുടെ അങ്ങനെ ചെയ്യണം. 5 തെങ്ങുണ്ടെങ്കിൽ ഒരു തെങ്ങിന് ഫലം ആർക്കുള്ളതാണ്? ദൈവത്തിന് വിലയ്ക്ക് വേണ്ടി കൊടുക്കും. അങ്ങനെ ചെയ്യുന്നതായ ആളുകളുണ്ട്. നമ്മള് കൊടുക്കുമോ? നമ്മള് കൊടുക്കത്തില്ല, അല്ലേ? എത്ര ഉണ്ടെങ്കിലും ദൈവത്തിന് കൊടുക്കുവാനാണ് നമുക്ക് മടി. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് വിശ്വസ്ത ആചരിക്കേണ്ടത്, കൃഷിഫലത്തിന്റെ ആദ്യത്തെ വിളവ് ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. പിന്നെ നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഇരട്ടിയായിട്ട് തരും, ദൈവം തരും എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സംഖ്യാപുസ്തകം 30-ന്റെ 2-ാമത്തെ വാക്യം എന്താ പറയുന്നത്? സംഖ്യാപുസ്തകം 30-ന്റെ 2-ാമത്തെ വാക്യം എന്ന് പറയുന്നു, ആരെങ്കിലും യഹോവയ്ക്ക് ഒരു നേർച്ച നേരുകയോ ഒരു പരിവർത്തന വ്രതം ദീക്ഷിപ്പാൻ ശപഥം ചെയ്യുകയോ ചെയ്താൽ അവൻ പറഞ്ഞ വാക്കിന് ഭംഗം വരുത്താതെ തന്റെ വായിൽ നിന്ന് പുറപ്പെട്ടത് പോലെ ഒക്കെ നിവർത്തിക്കണം. അവൻ എന്താണോ ദൈവത്തോട് പറഞ്ഞത് അത് നിവർത്തിക്കണം. ഒരു പക്ഷേ നിനക്ക് അനുഗ്രഹം ലഭിച്ചില്ല എങ്കിൽ പോലും നീ പറഞ്ഞാൽ എന്ത് ചെയ്യണം? നിവർത്തിക്കണം. ചില ആളുകൾ ദൈവത്തോട് നേർച്ച എന്ത് ചെയ്തില്ല, നിവർത്തിക്കില്ല. ചിലപ്പോൾ വർഷങ്ങളെടുക്കും നിവർത്തിക്കാൻ. അത്രയും നിന്റെ ജീവിതത്തിൽ പ്രയാസം ഉണ്ടായിട്ടുണ്ടേ, അല്ലേ? അപ്പൊ നേർച്ച നേർന്നാൽ നിവർത്തിപ്പറ്റരുത്, ഒരിക്കലും താമസിപ്പിക്കരുത്. താമസിപ്പിച്ചു കഴിഞ്ഞാല് അതിൻ്റെതായ പ്രയാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എത്രയും വേണം എന്ത് ചെയ്യണം? അത് നിവർത്തിക്കണം. സഭാപ്രസംഗം പറയുന്നു 5-4-7 ഭാഗം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന് നേർച്ച നേർന്നാൽ, നിങ്ങൾ തന്നെ വായിക്കും, ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്. നേർച്ച നേർന്ന് മറന്നു പോകരുത്, അല്ലെ? നേർച്ച നേർന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് എന്ത് ചെയ്യണം? നിവർത്തിച്ചിരിക്കണം. സഭാപ്രസംഗം 4-7
ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്. മൂഢന്മാരിൽ അവന് പ്രസാദം ഇല്ല. മൂഢന്മാരിൽ അവന് പ്രസാദമില്ല. പിന്നെ നീ നേർന്നത് കഴിക്കുക. നീ എന്താണോ നേർന്നത് അതുപോലെ കഴിക്കുക, അല്ലേ? നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാള് എന്താണ് നേരാതിരിക്കുന്നത് നല്ലത്. നേർന്നിട്ട് നീ ഒരു വാക്ക് ദൈവത്തോട് പറഞ്ഞു, അതങ്ങനെ പറയാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് എന്താന്ന് ദൈവം പറയുന്നത്. നീ അത് പറയാതിരിക്കണം. ദൈവത്തോട് പറയാതിരുന്നുവെങ്കിൽ അത് നന്നായിരുന്നു എന്നാണ് ദൈവത്തിന് വചനം പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ വെറുതെ ദൈവത്തോട് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രതിസന്ധി വലുതാണ് എന്ന് ചെയ്യണം. മറന്നു പോകരുത്. നമ്മൾ ദൈവത്തോട് നേർച്ച നേർന്ന നമ്മളാ നിസ്സാര ദൈവം ക്ഷമിച്ചോളൂ. ദൈവം ക്ഷമിക്കത്തില്ല. അത് ഓർത്ത് വച്ചേക്കും, അല്ലേ? ഇത് നമുക്ക് മനസ്സിലാക്കുന്നപ്പോൾ സാധിക്കുന്നതാണ്. ദൈവം അത് ഓർത്ത് വച്ചേക്കും. അത് നിശ്ചയമായിട്ട് നീ കഴിച്ചേ മതിയാകൂ എന്ന് ദൈവത്തിന്റെ വചനം ചെയ്യുന്നു, നമ്മെ പഠിപ്പിക്കാം. ആവർത്തന പുസ്തകം 23-ാം അധ്യായം അതിന്റെ 21 മുതൽ 23 ഭാഗം വായിക്കുമ്പോൾ അവിടെ എന്താ പറയുന്നത്? നിന്റെ ദൈവമായ യഹോവയ്ക്ക് നേർച്ച നേർന്നാൽ അത് നിവർത്തിപ്പറ്റരുത്, താമസം വരുത്തരുത്. അങ്ങനെ ചെയ്താൽ, അങ്ങനെ താമസം വരുത്തിയാൽ, അല്ലേ, നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കും. കേട്ടല്ലോ? നീ താമസിപ്പിക്കാൻ ചെയ്യും, അത് ദൈവം നിന്നോട് ചോദിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? താമസം വരുത്തരുത്. അങ്ങനെ ചെയ്താൽ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കും. അത് നിങ്ങൾ എന്തായിരിക്കും? പാപമായിരിക്കും. ചിലപ്പോൾ വലിയ കാര്യത്തിൽ എന്ത് ചെയ്യും? വലിയ കാര്യങ്ങളൊക്കെ പറ്റാത്തതായ കാര്യങ്ങളൊക്കെ ദൈവത്തിന് നേർച്ച നേരും. എങ്ങനെയെങ്കിലും എന്ത് കാര്യം സാധിച്ചാൽ മതി അതുകൊണ്ട് ചെയ്യും. വലിയ കാര്യങ്ങളൊക്കെ നേർച്ച വയ്ക്കും. പക്ഷെ എന്ത് ചെയ്തില്ല? അനുഗ്രഹം ലഭിച്ചതിന് ശേഷം എന്ത് ചെയ്യും? നേർച്ച നേർന്നത് നിവർത്തിപ്പാൻ ചെയ്യും, മറന്നുപോകും. അത് എന്തായി കിടക്കും? പാപമായി കിടക്കും, ശാപമായിട്ട് ചെയ്യും. ഇവിടെ വേദപുസ്തകം പഠിക്കുന്ന സമയത്ത് ഇവിടെ ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ഒരാളൊരു നേർച്ച നേർന്നു, അല്ലേ? എന്താ? 1 ശമൂവേല് 1-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള ഭാഗം വായിക്കുമ്പോൾ ഇവിടെ എൽക്കാന എന്ന് പറയുന്നതായ ആൾക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. എത്ര ഭാര്യമാര്? 2 ഭാര്യ. ഒരാളുടെ പേര് പെനീന, ഒരാളുടെ പേര് ഹന്ന. ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു, അല്ലേ? ഹന്നയ്ക്ക് എന്താ കാര്യം? അവർക്ക് മക്കളില്ലാത്തതിന്റെ കാര്യം എന്താ? മക്കളില്ലാത്ത കാര്യം എന്താ? എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു എന്നാണ് ദിവസം പറയുന്നത്, അല്ലേ? 5-ാം വാക്യം താഴോട്ട് പറയുമ്പോഴത്തേക്ക് അവിടെ അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. അത് തുറക്കണം, അല്ലേ? തുറക്കണം. എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ മാത്രമേ ദൈവം അടച്ചതിനെ തുറക്കാൻ ആർക്ക് മാത്രമേ കഴിയൂ? ദൈവത്തിന് മാത്രമേ കഴിയൂ. ഇവളുടെ ഗർഭത്തെ ദൈവം അടച്ചിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് തുറക്കണം. അവിടെ ദൈവത്തോട് നേർച്ച നേർന്നു. ആരാ? ഹന്ന. ദൈവത്തോട് നേർച്ച നേർന്നു. ദൈവത്തോട് കരഞ്ഞു. പിന്നെ എന്തുമായിരുന്നു? കളിയാക്കുമായിരുന്നു. സാധാരണഗതിയിൽ നമ്മുടേതായ നാട്ടുപ്രദേശങ്ങളിൽ അല്ലെ എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ്. ഒരാളെ പ്രസവിക്കരുത് കഴിഞ്ഞാൽ മറ്റുള്ളവരെന്ത് ചെയ്യും? കളിയാക്കും, എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും? കാരണങ്ങൾ പറഞ്ഞ് അവർ നിന്ദിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ ഇവിടെ തന്നെ കളിയാക്കുമായിരുന്നു, നികൃഷ്ടമായിട്ട് പറയുമായിരുന്നു. അവളെ വേദനിപ്പിച്ചിരുന്നു, അവളെ കരയിച്ചിരുന്നു. അവളെ ദൈവത്തോട് ചെയ്തു പ്രാർത്ഥിച്ചു, അല്ലേ? എന്താ പ്രാർത്ഥിച്ചത്? അവൾ ഒരു നേർച്ച നേർന്നിട്ട് പ്രാർത്ഥിച്ചു. ദൈവത്തോട് ഒരു നേർച്ച നേർന്നു. എന്തായിരുന്നു? സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവന്റെ ജീവപര്യന്തത്തോളം യഹോവയ്ക്ക് നീയും കൊടുക്കും. എനിക്കൊരു സന്താനം നൽകുകയാണെങ്കിൽ അവന്റെ ജീവപര്യന്തം ഞാൻ ചെയ്യും, അവനെ ദൈവത്തിന് തന്നുകൊള്ളാം എന്ന് ചെയ്തു നേർച്ച. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായ
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചുണ്ട് മാത്രമേ അനങ്ങുന്നുള്ളൂ, ശബ്ദമൊന്നും പുറത്തു വരുന്നില്ല. എനിക്ക് വിചാരിച്ചു നീന്നു സ്വപ്പം മരുന്ന് കഴിച്ചിട്ട് വന്നിട്ട് കിടക്കുകയാണെന്ന് വിചാരിച്ചു. വീഞ്ഞ്, ലഹരിയുള്ള വീഞ്ഞാണെന്ന് അല്ലേ, അതൊക്കെ കുടിച്ചിട്ട് വന്ന് ആ ലഹരി പിടിച്ചെന്തോ പറയുകയാണെന്ന് കരുതി. നോക്കണം, എന്തോ ഭ്രാന്ത് പറയുകയാണ് എന്ന് കരുതി. അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുതേ. എന്നോട് പറയുകയാണ്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം, എന്നെ ഒരു നീച സ്ത്രീയായി ഞാൻ വന്നിരിക്കുന്നു എന്ന് വിചാരിക്കരുത്. അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുതേ. അടിയൻ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. ഞാൻ ദൈവത്തോടാണ് സംസാരിച്ചത്. അതിന് ഏതി സമാധാനത്തോടെ പോയിക്കൊള്ളുക. ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. നീ ദൈവത്തോട് എന്താണോ നേർച്ച നേർന്നത് അത് നിനക്ക് ദൈവം തരട്ടെ എന്ന് ആര് അനുഗ്രഹിച്ചു? ഏലി അനുഗ്രഹിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ഒരു സന്താനത്തെ അവർക്ക് നൽകി. ഹന്നയ്ക്ക് നൽകി. ദൈവത്തോട് എന്താ പറഞ്ഞത്? എനിക്കൊരു സന്താനത്തെ നൽകുമെങ്കിൽ ജീവപര്യന്തം ആ കുട്ടിയെ ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളാം. ആ നേർച്ച നിവർത്തിക്കാൻ പോയി അല്ലെ. അവന്റെ കുഞ്ഞു പ്രായമായി കഴിഞ്ഞു അല്ലെ. ഏലിക്ക് സഹായിക്കാൻ തക്കവണ്ണം പരുവമായപ്പോൾ ചെയ്തു. ആ കുട്ടിയെ ദൈവത്തിന്റെ ആലയത്തിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കുക. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഏൽപ്പിക്കുക. അപ്പോ പറഞ്ഞതായ നേർച്ച നിവർത്തിക്കുന്നതിന് എന്ത് ചെയ്തു? സന്തോഷമുള്ളവളായി മാറുക. ആര്? തന്നെ. അതുപോലെ ദൈവത്തിന്റെ സന്നിധിയില് ദൈവത്തോട് നേർച്ച നമ്മൾ നേർന്നു കഴിഞ്ഞാൽ അത് നിവർത്തിപ്പാൻ ഒരിക്കലും താമസിക്കരുത്. താമസിച്ചാൽ ആ ദൈവത്തിന്റെ പാപമായി എന്തെയും. അതുകൊണ്ട് തീരുത്, ഒരിക്കലും ദൈവത്തോട് നേർച്ച നേർന്നിട്ട് അത് കഴിക്കാതിരിക്കരുത്. അത് എന്നെങ്കിലും ചെയ്യും, ദൈവം നിങ്ങളെ പിടിക്കുക തന്നെ ചെയ്യും എന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്തവരെ നമ്മൾ ചെയ്യുന്നു ഓർമ്മിപ്പിക്കുക. പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ലേവ്യ പുസ്തകം 27-ന്റെ 2-3 വാക്യം വായിക്കുമ്പോൾ അവിടെ എന്താ പറയുന്നത് അറിയോ? ലേവ്യ പുസ്തകം 27-ാം അധ്യായം അതിന് 2-3 വാക്യം വായിക്കുമ്പോൾ അവിടെ എന്താണ് പറയുന്നത്? വായിക്കാം, എടുത്തവർക്ക് വായിക്കാം. ലേവ്യ പുസ്തകം 27-ാം അധ്യായം അതിന് 2-3 വാക്യം. മതി. നോക്കണേ, ഇവിടെ ഒരാൾ നേർന്നിട്ട് കൊടുക്കാൻ പറ്റില്ല. പുരോഹിതന്റെ അടുക്കലേക്ക് പോയിട്ട് പുരോഹിതൻ ചെയ്യും, അതിനൊരു വിലയിടും. അതെന്ത് ചെയ്യണം? അത് ദൈവസന്നിധിയിൽ കൊടുക്കണം. അതായിരുന്നു കണക്ക് അല്ലേ. ഇവിടെ വീണ്ടും വായിക്കുമ്പോൾ 22-ാം അധ്യായം 20 മുതൽ 25 വരെ ഭാഗം വായിക്കും. ലേവ്യ പുസ്തകം 22-ാം അധ്യായം 20 മുതൽ 25 വരെ ഭാഗം വായിക്കുമ്പോൾ അവിടെയും ഒരു സത്യം നമ്മൾ ഓർപ്പിക്കുകയാണ്. നേർച്ചകൾക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ള മനസ്സിലാക്കി ചില നേർച്ച കളയുകയാണ്. അത് ദൈവം ക്ഷമിച്ചോ എന്നുള്ളതായ ചിന്തയിൽ തീർന്നു. നേർച്ച നേരം മറന്നിട്ട് തീർന്നു, അങ്ങ് പോവുക. നമ്മൾ വിചാരിക്കും നിസ്സാരമായ ഒരു കാര്യമേ ഉള്ളൂ. പക്ഷേ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യും? കണക്കിട്ട് വെച്ചിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വായിച്ചേ, ലേവ്യ പുസ്തകം 22-ാം അധ്യായം 20 മുതലുള്ളതായ ഭാഗം ഇല്ലേ? നോക്കണേ, ഊനമുള്ള യാതൊന്നിനെയും നിങ്ങൾ അർപ്പിക്കരുത്. നോക്കണം, ഊനമുള്ളതായ നമ്മളൊരു ആടിനെ ദൈവത്തിന് കൊടുക്കാമെന്ന് നേർച്ച നേർന്നു. ഒരാട് നമ്മൾ ആ വീട്ടിൽ വളർത്തി, അതിന് 2 കുട്ടികളും വെച്ചു. നോക്കിയാൽ ഒരെണ്ണം ഊനമുള്ളത്, ഒന്ന് നല്ല മിടുക്ക് ഉള്ളത് അല്ലേ. നല്ല നമ്മളെന്ത് ചെയ്യും? നല്ല കുട്ടിയും വളർത്തും. ഊനമുള്ളത് ആർക്ക് കൊടുക്കാം? ദൈവത്തിന് കൊടുക്കാം. പക്ഷെ അതെന്താ? ശാപമാണ്. ബാക്കി വായിച്ച് എന്താ പറയുന്നത്? ഊനമുള്ള യാതൊന്നിനെയും ദൈവത്തിന് അർപ്പിക്കരുത്. അതിനാൽ അങ്ങനെ നിങ്ങൾ അർപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് പ്രസാദമില്ല. നമ്മുടേതായ വിമർശനത്തിന്റെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ചില സ്ഥലങ്ങളിലെ ആടുകളെ
നല്ലത് അവരുടെ അർത്ഥം. അതെന്താ? ഒരു ശാപത്തിന് കാരണമായി മാറും. ഏറ്റവും നല്ലത് ദൈവത്തിന് കാണിക്ക കൊടുത്താൽ എന്താണ് ഏറ്റവും നല്ലത്? കൃഷിഫലത്തിന് കൊടുക്കുന്നത് ഏറ്റവും നല്ലത് കൊടുക്കണം. ദൈവത്തിന് എന്ത് കൊടുത്താലും ഏറ്റവും നല്ലത്. ഞാനൊരു പള്ളിയിൽ ഇരുന്നപ്പോ അവിടെ ഒരാൾ കാണിക്കേണ്ടത് വകയ്ക്കൊള്ളാത്തതായ ഒരു നോട്ടുണ്ട്. എന്ത് ചെയ്തു? കാണിക്കുന്നു. ആരും എടുക്കാത്ത ഒരു നോട്ട്. ദൈവത്തിന് എന്ത് കൊടുക്കണം? ഏറ്റവും നല്ലത്. നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്? ദൈവത്തിനാണ് കൊടുക്കുന്നത്. ആ മനോഭാവത്തിൽ നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത്. നമ്മുടെ ഏതൊരു ഒരാളുണ്ട്, ജോലിക്ക് കഴിഞ്ഞ് വന്നിട്ട് നോട്ടുകളൊക്കെ ഇങ്ങനെ ഒന്ന് എണ്ണി നോക്കുമ്പോഴത്തേക്ക് അതിൽ ശാംശം മാറ്റുമ്പോൾ അതിൽ അഴുക്ക നോട്ടായതുകൊണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ഉടനെ മാറ്റിട്ട് നല്ല നോട്ട് എന്ത് ചെയ്യും വെച്ച് കവറിനകത്തിട്ട് ദശാംശം. അപ്പൊ ദൈവത്തിന് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് കൊടുക്കാനൊക്കെ വേണം. ആരും മറന്നു പോകരുത്. ഏറ്റവും നല്ലത് എന്താണ് കൊടുക്കാനൊക്കെ വേണം. നമ്മൾ മനസ്സിലായ കാര്യം ദൈവത്തിനാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലേ? അതുകൊണ്ട് ഏറ്റവും നല്ലത് കൊടുക്കണം. വായിച്ചേ, ബാക്കി വായിച്ചേ. ആകട്ടെ ഊനമില്ലാത്തതായിരിക്കണം. പിന്നെ അതിന് ഒരു കുറവും ഉണ്ടാകരുത്. കുരുട്, ചതവ്, മുറിവ്, മുഴ, ചൊറി, പുഴുക്കടി എന്നിവയുള്ള യാതൊന്നിനെയും ദൈവത്തിന് വേണ്ടി അർപ്പിക്കരുത്. ഇവയിൽ ഒന്നിനെയും യഹോവയ്ക്ക് യാഗപീഠത്തിന്മേൽ ദഹനയാഗമായി അർപ്പിക്കരുത് എന്ന് പറയുക. അവയവങ്ങളിൽ ഏതെങ്കിലും നീളം കൂടുകയോ നീളം കൂടിയോ കുറഞ്ഞോ ഇരിക്കുന്നുവെങ്കിൽ അവയെയും കുഞ്ഞാടിനെയും അർപ്പിക്കാം. എന്നാൽ നേർച്ചയായിട്ട് തീരുന്നത് പ്രസാദമാകില്ല. അപ്പോ കൊടുക്കുന്നറിയാലോ, ദൈവത്തിന് കൊടുക്കേണ്ടത് ഏറ്റവും നല്ലതായിരിക്കണം. ദൈവത്തിന് കൊടുക്കേണ്ടതായ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? പിശുക്ക് കാണിക്കരുത്. ദൈവത്തിന് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കണം. നേർച്ച നേർന്നാലും കാണിക്ക വെച്ചാലും ഒക്കെ എന്ത് ചെയ്യണം? അത് ഏറ്റവും നല്ലതായിരിക്കണം. പ്രത്യേകിച്ച് ഊനമുള്ള യാതൊന്നിനെയും നിങ്ങൾ അർപ്പിക്കരുത്. എന്നാൽ ദൈവത്തിന് അറപ്പായ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ആവർത്തന പുസ്തകം 22-18 വാക്യം. ആവർത്തന പുസ്തകം 23-18 വാക്യം. അത് ദൈവത്തിന് അറപ്പാണ്. അത് വെക്കരുത്. ആ സാധനം, ഈ പറയുന്ന കാര്യം ദൈവത്തിന് ഒരു കാരണവശാലും ദശാംശമായിട്ടോ കാണിക്കായിട്ടോ വേറെ ഒന്നുമായിട്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ തീരുന്നത് കൊണ്ടുവരരുത്. എന്താ പറയുന്നത്? 23-18 വാക്യം. അവിടെ വേശ്യയുടെ കൂലിയും അത് ദൈവസന്നിധിയിൽ കൊണ്ടുവരരുത്. കേട്ടല്ലോ? വേശ്യയുടെ കൂലിയും വേശ്യാവൃത്തിയിലൂടെ കിട്ടുന്നതായ പണം അത് ദൈവസന്നിധിയിൽ കാണിക്കായിട്ട് കൊണ്ടുവരരുത്. നായുടെ വിലയും നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിലേക്ക് യാതൊരു നേർച്ചയായിട്ടും കൊണ്ട് വരരുത്. ഇവ രണ്ടും നിന്റെ ദൈവമായ യഹോവയ്ക്ക് എന്താകുന്നു? അറപ്പാകുന്നു. കേട്ടല്ലോ? ഇങ്ങനെയുള്ളതായ പൈസ ഒരിക്കലും കൊണ്ട് ദൈവസന്നിധിയിൽ നേർച്ച കൊണ്ട് വരരുത്. ഓർത്തുവെച്ചേക്കണം, അല്ലേ? അത് ദൈവത്തിന് അറപ്പാണ്, അല്ലെ? അങ്ങനെയുള്ളതായ വ്യക്തികളെയും ദൈവത്തിന് അറപ്പാണ് എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നേർച്ച നേരുമ്പോൾ ചെയ്യണം, അത് കൃത്യമായി നിങ്ങൾ നിവർത്തിച്ചേ മതിയാകൂ. ദൈവത്തോട് പറഞ്ഞതായ കാര്യം അത് നിവർത്തിച്ചേ മതിയാകൂ എന്ന് കാണുവാൻ സാധിക്കും. മാലാഖി പ്രവാചകൻ ഇങ്ങനെ പറയുകയുണ്ടായി, 1-14 വാക്യം. എന്നാൽ തന്റെ ആട്ടിൻകൂട്ടത്തില് ഒരു ആൺ ഉണ്ടായിരിക്കെ, ഒരു ആണാട് ഉണ്ടായിരിക്കെ കർത്താവിന് അതിനെ കൊടുക്കാമെന്ന് നേർന്നിട്ട് ഊനമുള്ള തള്ളയെ യാഗം കഴിക്കുന്ന വഞ്ചകൻ അവൻ ശപിക്കപ്പെട്ടവനാണ്. അല്ലേ? ആരെ കൊടുക്കുന്നത്? ഒരു ആണാണെന്നിരിക്കെ ഊനമുള്ള തള്ളയെ പെട്ടോണ്ട് എന്ത് ചെയ്തു? ദൈവത്തിന് കൊടുത്തു. അവന് ദൈവം വിളിച്ചെന്നതാണ് ആ ശപിക്കപ്പെട്ടവൻ, അവൻ വഞ്ചകൻ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കുക
കുറ്റമാണ്. എന്താ? കഴിക്കാൻ താമസിക്കുന്നത്. നേർച്ച നേർന്നിട്ട് അത് നിവർത്തിപ്പാൻ ഒരിക്കലും താമസിച്ചു പോകരുത്. നമ്മൾ പറയുന്ന കഴിക്കാൻ ഒരുപക്ഷെ നിനക്ക് അനുഗ്രഹം ലഭിച്ചില്ല എങ്കിൽ പോലും നിന്റെ വായ കൊണ്ട് പറഞ്ഞത് നീ നിശ്ചയമായിട്ടും ചെയ്യണം. അത് നിവർത്തിച്ചിരിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നല്ലേ. ഇഫ്താറിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ? ഇഫ്താർ ദൈവസന്നിധിയില് ദൈവത്തെ പ്രവർത്തനത്തിൽ ആഗ്രഹിക്കാം. ഓർഡിക്കുന്നു ഇല്ല. അപ്പോ നോക്കണം, ഇഫ്താർ ദൈവത്തോട് ഒരു നേർച്ച നേർന്നു. എന്താണത്? ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 30 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഇഫ്താർ യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്നു. പറഞ്ഞത്, നീ അമോന്യരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമോന്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എന്നെ വീട്ടുവാതിൽക്കൽ നിന്ന് എന്നെ എതിരേറ്റ് വരുന്നത് യഹോവയ്ക്കുള്ളതാകും. ആരെ തോൽപ്പിക്കാൻ തക്കവണ്ണം? അമോന്യരെ തോൽപ്പിക്കാൻ തക്കവണ്ണം. ഇഫ്താർ ഏറ്റവും നേർച്ച എന്താണ്? അമോന്യരെ തോൽപ്പിക്കാൻ തക്കവണ്ണം എന്റെ ദൈവം എന്നെ സഹായിക്കുമെങ്കിൽ ഞാൻ വിജയശ്രീലാളിതനായിട്ട് തിരിച്ചു വരുമ്പോൾ എന്റെ വീട്ടുമുറ്റത്ത് എന്നെ എതിരേൽപ്പാൻ തക്കവണ്ണം ആദ്യം നിൽക്കുന്ന ആരാണോ ആ വ്യക്തിയെ ഞാൻ യഹോവയ്ക്ക് ചെയ്യും, നേർച്ചയായി സമർപ്പിച്ചു കൊള്ളാം അല്ലേ? അങ്ങനെ എന്ത് ചെയ്തു? ഇങ്ങനെ ഇഫ്താർ അമോന്യരോട് യുദ്ധം ചെയ്യുവാൻ അവരുടെ നേരെ ചെന്നു. യഹോവ അവരെ തന്നെ കൈകൊണ്ട് ഏൽപ്പിച്ചു. അമോന്യരെ പരാജയപ്പെട്ട് വിജയശ്രീലാളിതനായി തീരുവാൻ തക്കവണ്ണം ആർക്ക് സാധിച്ചു? ഇഫ്താറിന് സാധിച്ചു. ദൈവത്തോട് നേർച്ച നേർന്ന് പോവുകയാണ്. പലരും എന്ത് പല കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ നിവർത്തിക്കാൻ സാധ്യമായി തീരുന്നില്ല, എന്നെ ദൈവം അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ ദൈവത്തോട് നേർച്ച നേരാറുണ്ട് അല്ലേ? അത് നടക്കാറുണ്ട്. ചിലർ ദൈവത്തോട് നേർച്ച നേർച്ച കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് നേർച്ച നേരം ഭയത്തോടെ ഇരിക്കുന്നവരും അല്ലേ? പക്ഷെ നേർച്ച കൊടുത്തേ പറ്റും. പക്ഷെ എങ്ങനെ കൊടുക്കും എന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ട്. ഇവിടെ എന്ത് ചെയ്തു? യഹോവ അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവർക്ക് എന്ത് ചെയ്തു? അരോവേർ മുതൽ മിന്നീത്ത് വരെയും ആബേൽ ഹെരാമി വരെയും ഒരു മഹാസംഹാരം വരുത്തി 20 പട്ടണം ജയിച്ചതാണ്. ദൈവത്തോട് നേർച്ച നേർന്നപ്പോൾ എന്ത് ചെയ്തു? 20 പട്ടണം പിഴച്ചടക്കം തക്കണം. ഇഫ്താറിനെ ആര് സഹായിച്ചു? ദൈവം സഹായിച്ചു. 20 പട്ടണം പിടിച്ചടക്കം തക്കണം ദൈവം സഹായിച്ചു അല്ലേ? എന്നിട്ടോ എന്നാൽ ഇഫ്താർ മിസ്പയിൽ തന്റെ വീട്ടിലേക്ക് വരികയാണ്. ജയിച്ച് വിജയശ്രീലാളിതനായി 20 പട്ടണം അടക്കിയിട്ട് ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പൊ സംഭവിച്ചു, ഇതാ അവന്റെ മകൾ തപ്പോടും നൃത്തത്തോടും കൂടെ അവനെ എതിരേറ്റ് വരുന്നു. എന്താണ് ദൈവത്തോട് എടുത്ത ഉടമ്പടി? എന്താണ്? ആദ്യം ഞാൻ വിജയശ്രീലാളിതനായിട്ട് എന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം എന്നെ എതിരേക്കാൻ നിൽക്കുന്ന ആരാണോ അവരെ ഞാൻ ദൈവത്തിന്റെയും കൊടുത്തുകൊള്ളാം, യാഗമായി സമർപ്പിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു അല്ലേ? നോക്കിയപ്പോ വീട്ടിന് അടുത്തെത്താറായി. ആ സമയത്ത് ആരാ ജനത്തിന് മുമ്പ് നിൽക്കുന്നത്? തന്റെ ഏക മകൾ. നോക്കണം അല്ലേ? ഇഫ്താറിന് സന്തോഷത്തെ കളഞ്ഞു, ഭയങ്കരമായ സങ്കടവും. കാര്യം തന്റെ വലിയൊരു മകൾ അല്ലേ? അവന് ഏകപുത്രിയായിരുന്നു, ഒരേ ഒരു മകളായിരുന്നു. ഇഫ്താറിന്റെ ഒരേ ഒരു മകള് നൃത്തം ചെയ്തുകൊണ്ട് തന്റെ പിതാവിനെ എതിരേൽപ്പണം കടന്നു വരിക. അവളൊന്നും പറഞ്ഞില്ല അല്ലേ? കടന്നു വരികയാണ്. അവളല്ലാതെ അവനും മകനുമില്ല മകളുമില്ല. അവളെ കണ്ട ഉടനെ അവൻ തന്നെ വസ്ത്രം കീറി, അയ്യോ എന്റെ മകളെ, നീ എന്റെ തല കുനിച്ചു എന്ന് പറഞ്ഞു. താല് കടന്നു വരുന്നത് എന്നുള്ളതായ ഒരു ഞെട്ടലുണ്ട്. തന്റെ മകളാണ്. ദൈവത്തോട് പറഞ്ഞു പോയി, നേർച്ച കൊടുത്തേ പറ്റൂല്ലേ? ദൈവത്തിനോട് പറഞ്ഞത് കൊടുത്തേ പറ്റൂ. മകളാണ് കടന്നു വരുന്നത്. തനിക്ക് വളരെയധികം പ്രയാസം ഉണ്ടായില്ലേ? തന്റെ വസ്ത്രം കീറി, അയ്യോ എന്റെ മകളെ, നീ എന്റെ തല കുനിച്ചു, നീ എന്നെ വ്യസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തില് ആക്കിയല്ലോ എന്ന് പറഞ്ഞു. യഹോവയോട് ഞാൻ പറഞ്ഞു പോയി, ഞാൻ എന്റെ ദൈവത്തോട് പറഞ്ഞു പോയി, നിന്റെ യാഗമായി കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു പോയി. വേറെ ആരെങ്കിലും മുമ്പ് എതിരേറ്റ് വരും എന്നായിരുന്നു ആരുടെ വിശ്വാസം? ഇഫ്താറിന്റെ വിശ്വാസം. പക്ഷെ സംഭവിച്ചത് മറിച്ചായത്. അത് ദൈവത്തിലാണ് അല്ലേ? അവരുടെ അപ്പ, നീ യഹോവയോട് പറഞ്ഞു പോയിട്ടുണ്ടെന്ന് മകൾ പറയാണ് അല്ലേ? എന്നെ കുറിച്ച് അങ്ങനെ എന്ത് പറഞ്ഞു എന്ന് ഇപ്പോഴത്തെ തലമുറയാണ് എന്ത് ചെയ്യും ചോദിക്കും അല്ലേ? പക്ഷെ ഇവിടെ മകൾ പറയാണ്, അവളുടെ അപ്പ
വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്യുക എന്ന് പറഞ്ഞു. അല്ലേ? സ്നേഹമുള്ളതായ മകൻ, അപ്പൻ ദൈവത്തോട് വെച്ചതായ നേർച്ച നിറവേറ്റുന്നതിന് ദൈവത്തോട് ഭയപ്പെട്ടുള്ളതായ മകൻ പറഞ്ഞു, ആ നേർച്ച നിറവേറ്റുക തന്നെ വേണം. വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം എനിക്ക് വേണ്ടി ഇരുന്നു. ഒരു കാര്യം എനിക്ക് വേണം. എന്താണ്? ഞാൻ പർവ്വതങ്ങളിൽ ചെയ്യുന്നത് എന്റെ സഖിമാരുമായി എന്റെ കന്യാത്വത്തെ കുറിച്ച് വിലാപം കഴിക്കേണ്ടതിന് എനിക്ക് 2 മാസത്തെ അവധി തരണം എന്ന് പറഞ്ഞു. എനിക്ക് വിലാപം കഴിക്കേണ്ടതുണ്ട്. എന്റെ ചെറുപ്രായത്തില് എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോഴല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുന്നതിന് വേണ്ടി എനിക്ക് 2 മാസത്തെ അവധി തരണമെന്ന് അവൾ തന്റെ അപ്പനോട് പറഞ്ഞു. അതിന് അവൻ പോകാം എന്ന് പറഞ്ഞു. അവളെ 2 മാസത്തേക്ക് അയച്ചു. അവൾ തന്റെ സഖിമാരുമായി ചേർന്ന് തന്റെ കന്യാത്വത്തെ കുറിച്ച് പർവ്വതങ്ങളില് വിലാപം കഴിച്ചു. അവൾ വളരെയധികം വേദനിച്ചു. വിവാഹം കഴിക്കാത്തതായ ഒരു കൊച്ചു പെൺകുട്ടി അല്ലേ? 2 മാസം കഴിഞ്ഞിട്ട് അവൾ തന്റെ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വന്നു. എന്നിട്ടോ അവൻ നേർന്നിരുന്ന നേർച്ച പോലെ അവളോട് ചെയ്തു. നേർന്നിരുന്ന നേർച്ച പോലെ തന്റെ മകളെ ചെയ്തു യാഗം കഴിക്കാൻ പോവുകയാണ്. പിന്നെ ആടുതോറും ചെയ്തു ഇസ്രായേലിലെ കന്യകമാര് 4 ദിവസം ഗിലിയാദിനായ ഇഫ്താഖിന്റെ മകനെ ചെയ്തു കീർത്തിപ്പാൻ പോകുന്നത് ഇസ്രായേലില് ആചാരമായിട്ട് നോക്കണം. ദൈവത്തോട് പറയുന്നത് എന്താണോ പറഞ്ഞത് അത് നിവർത്തിച്ച് അതൊക്കെ ആളെയാകട്ടെ, ആടാകട്ടെ, മകളാകട്ടെ, മകനാകട്ടെ, ആരായിക്കോട്ടെ, നീ എന്താണോ ദൈവത്തോട് പറഞ്ഞത് അത് നിശ്ചയമായിട്ട് ചെയ്യണം, നിവർത്തിച്ചിരിക്കണം. ഇഫ്താഖ് അങ്ങനെ ചെയ്തു. സ്വന്തം മകളെ ചെയ്തു യാഗമായി സമർപ്പിക്കും. അതുപോലെ ദൈവത്തോട് നേർച്ച നേരുന്നത് തമാശയായി ആരും കരുതരുത്. അത് നിങ്ങളുടെ മുന്നിൽ ശാപമായി കിടക്കാതിരിക്കാൻ തക്കവണ്ണം അതിനിടം താമസം കൂടാതെ നിവർത്തിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അനുഗ്രഹം. അതിനാൽ നിസ്സാരമായി കാണരുത്. നേർച്ചകൾ നേരുമ്പോൾ അത് നിവർത്തിക്കാൻ തക്കവണ്ണം ചെയ്യണം. അത് തീരുമാനിക്കണം എന്ന് എനിക്ക് നടത്താൻ തക്കവണ്ണം സാധിക്കും എന്ന് ഉള്ളതായ ഒരു ചിന്തയില് ആ നേർച്ച നിവർത്തിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എളിയ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.